ഇന്ന് വിവേകാനന്ദ ജയന്തി ദിനത്തിൽ അങ്ങയോട് ആദ്യമായി ചോദിക്കാനുള്ളത് ഇന്ന് ഭാരതത്തിന്, ലോകത്തിന് ആരാണ് സ്വാമി വിവേകാനന്ദൻ? സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിനും ലോകത്തിനും ഒരുപോലെ പ്രതീക്ഷയുടെ ഒരു വലിയ പ്രതീകമാണ്. എല്ലാ ഭാഗത്തും നിരാശയും ഭീരുത്വവും സദാചാരരാഹിത്യവുമൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ കരുത്തിൻ്റെ, ശക്തിയുടെ, പ്രതീക്ഷയുടെ, പ്രകാശത്തിൻ്റെ പ്രതിരൂപമായി സ്വാമി വിവേകാനന്ദൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഓരോ വ്യക്തിയും അമൃതത്വത്തിൻ്റെ, അമരത്വത്തിൻ്റെ കിടാങ്ങളാണ് എന്ന സന്ദേശം അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ അദമ്യമായ, ഉജ്ജ്വലമായ കരുത്തിനെ തിരിച്ചറിയുക. ബ്രഹ്മരൂപികളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഓരോരുത്തരും പാപികളല്ല, ബ്രഹ്മരൂപികളാണ്, അമൃതത്വത്തിൻ്റെ മക്കളാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന് ലോക യുവതയോട് സന്ദേശം നൽകിയ മഹാനുഭാവനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഉപനിഷത്ത് ഉക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നത്, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തരുന്ന സന്ദേശം അഭി 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 എന്നാൽ അഭയം, ഭയമില്ലായ്മ, ഭയമില്ലാത്ത ഭയരാഹിത്യത്തിൻ്റെ ഒരു നല്ല നാളെയിലേക്ക് നിങ്ങൾക്ക് കുതിച്ചുയരുവാൻ സാധിക്കണം. നിങ്ങളിലാണ്, യുവത്വത്തിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ആളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. യുവത്വത്തെ ഒരിക്കലും അദ്ദേഹം പഴിച്ചിട്ടേയില്ല. ഒരുപക്ഷെ പാശ്ചാത്യ ചിന്തയിലൊക്കെ ബെർണാഡ് ഷായെ പോലുള്ള ആൾക്കാർ പറയുകയുണ്ടായിട്ടുണ്ട്, യൂത്ത് ഈസ് വേസ്റ്റഡ് ഓൺ യങ് എന്ന്. എന്നാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, യുവത്വത്തിലാണ് എനിക്ക് എൻ്റെ പ്രതീക്ഷ കുടികൊള്ളുന്നത്. ആ നിലയ്ക്കാണ് ഞാൻ സൂചിപ്പിച്ചത്, പ്രതീക്ഷയുടെ, ശക്തിയുടെ, പ്രകാശത്തിൻ്റെ പ്രതിരൂപമാണ് സ്വാമി വിവേകാനന്ദൻ മുഴുവൻ ലോകത്തിനും. ശ്രീ നന്ദകുമാർ, രാഷ്ട്ര പുനർനിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ ഭരണതലത്തിലും വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ യുവാക്കൾ അവരുടേതായ പങ്ക് വഹിക്കണം, അല്ലെങ്കിൽ യുവാക്കൾക്കാണ് അവരുടെ പങ്ക് വഹിക്കാൻ സാധിക്കുക എന്ന് കാലങ്ങൾക്ക് മുൻപ് തന്നെ വിവേകാനന്ദൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്നത്തെ ലോകം നേരിടുന്ന, യുവജനത നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും, അത് കാലങ്ങൾക്ക് മുൻപേ തന്നെ വിവേകാനന്ദൻ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകവും പ്രസക്തിയും വിവേകാനന്ദൻ്റെ വാക്കുകളിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സ്വാമി വിവേകാനന്ദൻ മുഴുവൻ ലോകത്തോടും വിശേഷിച്ച് യുവാക്കളോടും പറഞ്ഞ ആ വസ്തുത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വസ്തുത, കരുത്തുള്ള ഒരു ശരീരത്തിലെ കരുത്തുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ചുറ്റുപാടും കാണുന്ന ഇരുട്ടിൻ്റെയും പ്രശ്നങ്ങളുടെയും വൈഷമ്യങ്ങളുടെയും നൈരാശ്യത്തിൻ്റെയും ഒക്കെ കാരണം സ്വയം ദുർബലരായി പോകുന്നതാണ്. ആ ദൗർബല്യം ആരംഭിക്കുന്നത് ശാരീരിക ദൗർബല്യത്തോടു കൂടി തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ ചെറുപ്പകാലം മുതലേ തന്നെ ആ കരുത്തിൻ്റെ, ശക്തിയുടെ ഉപാസകനായിരുന്നു. ശക്തിയുടെ ഉപാസകൻ എന്ന നിലയിൽ എപ്പോഴും അദ്ദേഹം കൊടുത്തിരുന്ന സന്ദേശം, നമ്മൾ എല്ലാ തരത്തിലും ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. മനസ്സിൻ്റെ പ്രഫുല്ലാവസ്ഥ, മനസ്സിൻ്റെ ചൈതന്യം, അത് ശരീരത്തിൻ്റെ കരുത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ വസ്തുതയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഭാരതത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെയും ശക്തിയുടെ ഉപാസകരായി മാറിയത്. ആ കാലഘട്ടം, അദ്ദേഹം ഈ ഉദ്ബോധനങ്ങൾ നടത്തുന്ന ആ കാലഘട്ടം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ പ്രേരണ, സ്വാമി വിവേകാനന്ദൻ്റെ അത്യുജ്വലമായ പ്രേരണ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളൊക്കെയും ഉൾക്കൊള്ളുന്നതും നമുക്ക് കാണാം. അതുകൊണ്ടാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ തുടങ്ങി മിതവാദികൾ വരെ ഒരുപോലെ സ്വാമി വിവേകാനന്ദനിൽ പ്രേരണ ഉൾക്കൊള്ളുകയും പ്രേരണ കണ്ടെത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ ശക്തിയുടെ ആ ഉപാസകൻ കേവലം ശാരീരിക ശക്തിയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കടന്ന് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും ശക്തിയുടെ തലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വ്യാപിപ്പിച്ചു, വീണ്ടും തിരികെ കൊണ്ടുവന്നു. ആ ഔപനിഷദിക ഉക്തി, ഉപനിഷത്തിലും മറ്റും പറയുന്ന ആ സന്ദേശം ആധുനിക കാലത്ത് സ്വാമി വിവേകാനന്ദൻ ജനങ്ങളിലേക്ക് എത്തിച്ചു.
അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ശാരീരിക ശേഷി, മനസ്സിന്റെ ശക്തി, ബുദ്ധിയുടെ സൂക്ഷ്മത, ആത്മാവിൻ്റെ ഉയർന്ന അവസ്ഥ, ഈ നാലിനും വേണ്ടിയിട്ടുള്ള യോഗ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി. അതുതന്നെയാണ് ഇന്നത്തെ കാലത്തും ഏറ്റവും പ്രസക്തമായിട്ടുള്ള സന്ദേശം. ശ്രീ ജെ നന്ദകുമാർ, വളരെ വ്യത്യസ്തരായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്ന്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗുരുവും തമ്മിലുള്ള ബന്ധത്തിനൊരു പ്രത്യേകത. ഗുരു പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ പറയുന്നത്, മുകളിൽ നിന്നൊരാൾ പറയുന്നത് അത് പഞ്ചപുച്ഛം അടക്കി അങ്ങ് സ്വീകരിക്കുക, അനുസരിക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പോയി ചോദിക്കുന്നു ദൈവം ദൈവം എന്ന് അങ്ങ് പറയുന്നു. ഗുരു എവിടെയാണ് ദൈവം, എന്താണ് തെളിവ്? ഈ ചോദ്യം ചെയ്യാനുള്ളൊരു മനസ്സ്, ആർജവത്തോടുകൂടി, ഗുരുത്വദോഷം ഇല്ലാതെ, ഗുരുവിനെ അപമാനിക്കാതെ, തികഞ്ഞ ബഹുമാനത്തോടു കൂടി എന്താണ് തെളിവ് എന്ന് ചോദിക്കാൻ കാണിക്കുന്ന ആ ഒരു ആർജവം, അതും നമുക്ക് ഊർജം പകരേണ്ടതല്ലേ? ഇന്നത്തെ യുവത്വത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. ഒറ്റയ്ക്കാണെങ്കിലും, ഇന്ന് ഒരു കൂട്ടമാണെങ്കിൽ ചോദ്യം ചെയ്യലൊക്കെ നടത്തുന്നുണ്ട്. അത് നമ്മൾ തെരുവിലൊക്കെ കാണുന്നുണ്ട്. വലിയൊരു കൂട്ടമായി വന്നിട്ട് നിസ്സഹായരായിട്ടുള്ള ജനങ്ങളെ ആക്രമിക്കുന്ന കൂട്ടങ്ങളെ കാണാറുണ്ട്. അങ്ങനെ കൂട്ടമാകുമ്പോഴല്ല, ഒറ്റയ്ക്കൊരു സിംഹത്തെ പോലെ ഏതൊരു വെല്ലുവിളിയെയും നേരിടാനുള്ള കരുത്തുണ്ടാവുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നരേന്ദ്രൻ പിന്നീട് സ്വാമി വിവേകാനന്ദൻ ആകുന്നതിന് മുമ്പ് ഒരു ഭൗതിക വിദ്യാർത്ഥിയായിരുന്നു, ഭൗതികശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും യുക്തിയുടെ മാർഗത്തിലൂടെയാണ് കാര്യങ്ങളെ നിശ്ചയിച്ചിരുന്നത്, മനസ്സിലാക്കിയിരുന്നത്. ഈശ്വരനെ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അനേകം ഗുരുക്കന്മാരുടെ സവിധത്തിലേക്ക് പോയിക്കൊണ്ടുള്ളതായിരുന്നു. അനേകം ഗുരുക്കന്മാരെ അദ്ദേഹം കണ്ടിരുന്നു. എല്ലാവരെയും കണ്ട കൂട്ടത്തിൽ ഓരോ മഹർഷിയെയും സന്യാസിയെയും ഒക്കെ കണ്ട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അവര് ഈശ്വരൻ ഉണ്ടെന്ന് പറയാനല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്ന് അതിന് തെളിവ് ഹാജരാക്കാനുള്ള കരുത്തുള്ളവരായിരുന്നില്ല പലരും. അവസാനം മഹർഷി ദേവേന്ദ്രനാഥ ടാഗോറിനെ കണ്ടു. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛൻ ആ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോറിനോടും ഇതേ ചോദ്യം ചോദിച്ചു. അദ്ദേഹവും പറഞ്ഞു ഉണ്ട്. പിന്നീട് ടാഗോർ പറഞ്ഞത്, മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്, മോനെ നിന്റെ കണ്ണുകൾ അത്യുജ്വലങ്ങളാണ്, ഇത് കാണാൻ പോകുന്ന കണ്ണാണ് നിനക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീടാണ് ഒരിക്കൽ ക്ലാസ്സിൽ വെച്ചിട്ട് ട്രാൻസ് എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ചുള്ള ചർച്ച ഇംഗ്ലീഷ് അധ്യാപകൻ നടത്തുമ്പോൾ, ട്രാൻസ് അതീന്ദ്രിയാവസ്ഥ എന്നൊരവസ്ഥയുണ്ടോ, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തൊരു അനുഭൂതിയുടെ അനുഭവത്തിൻ്റെ ഒരു മേഖലയുണ്ടോ എന്ന നരേന്ദ്രന്റെ ചോദ്യം, അധ്യാപകനോടുള്ള ചോദ്യം. ആ അധ്യാപകൻ പറഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അത് നിനക്ക് മനസ്സിലാക്കിച്ചു തരാൻ പോകുന്ന ഒരു വ്യക്തിത്വം ഈ കൽക്കത്ത മഹാനഗരത്തിൽ തന്നെ ഉണ്ട്, അവിടെ പോയി കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്വാമിജി രാമകൃഷ്ണ പരമഹംസരെ കാണുന്നതും. കണ്ട മാത്രയിൽ തന്നെ ഈ ചോദ്യങ്ങളുടെ ശരങ്ങൾ പരമഹംസരുടെ നേർക്ക് ഉതിർക്കുന്നു. പരമഹംസർ വാത്സല്യത്തോട് പറഞ്ഞു, ഉണ്ട് മകനെ, ഈശ്വരനുണ്ട്. കണ്ടിട്ടുണ്ടോ എന്നായി ചോദ്യം. കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിന്നെ കാണുന്നതിൽ വ്യക്തമായി ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഈശ്വരനെ. അടുത്ത ചോദ്യമായി, അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായില്ല, എന്നെ കാണിച്ചു തരാമോ, അതാണ് അദ്ദേഹം തെളിവ് എന്ന് പ്രദീപൻ ചോദിച്ചത്, കാണിച്ചു തരാമോ എന്ന്. അപ്പോഴാണത് ആ അത്യത്ഭുതകരമായ കാര്യം സംഭവിച്ചത്. രാമകൃഷ്ണ പരമഹംസർ തൻ്റെ തർജനി നരേന്ദ്രൻ്റെ, താഴെ ഇരുന്നിരുന്ന നരേന്ദ്രൻ്റെ ഭ്രൂമധ്യത്തിലേക്ക് അടുപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ സ്പർശന മാത്രയിൽ തന്നെ ഗോളഗോളാന്തരങ്ങളെ കടന്നു കറങ്ങിത്തിരിയുന്ന അനേകായിരം സൗരഗോളങ്ങളുടെ ഇടയിലൂടെ താൻ സഞ്ചരിക്കുന്നതായും അത്ഭുതകരവും വിശ്വസിക്കാനാവാത്തതുമായ ഒരനുഭൂതി ഉണ്ടാകുന്നതും ആത്മാവിൻ്റെ ഉണർച്ചയാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിലയ്ക്ക് അന്വേഷിക്കാനും അന്വേഷിച്ചുത്തരം കണ്ടെത്താനും അത്തരമൊരു ഉത്തരം കൊടുക്കാനും പോന്ന ഒരു പാരമ്പര്യമായിരുന്നു, ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നു അവിടെ ഉണ്ടായത്. നരേന്ദ്രൻ വിവേകാനന്ദനായതിനു ശേഷവും ഗുരുവിനെ എന്നല്ല ആരെയും പരീക്ഷിച്ചറിയാനുള്ള ആ ശ്രമം അവസാനിപ്പിച്ചില്ല. പിന്നെയും രാമകൃഷ്ണ പരമഹംസരെ അന്ത്യകാലത്തോളം അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു, ഈ പറയുന്നത് സത്യമാണോ എന്നറിയാൻ.
ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, പരമഹംസർക്ക് ധനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സ്പർശിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല, പണം. അതറിയാൻ വേണ്ടി ഒരിക്കലും ഒരു നാണയം രാമേശ്വരംസരുടെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച കഥ പോലും ഉണ്ട്. എന്നിട്ട് ഒളിച്ചു നോക്കി നിന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ. പരമഹംസർ അറിയാതെ വന്നിട്ട് ആ കട്ടിലിൽ കിടന്നു. ഈ നാണയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കട്ടിലിന്റെ പായയുടെ മുകളിൽ കിടന്ന മാത്രയിൽ ഒരു തീക്കനലിൽ കിടന്ന ഇതുപോലെ പരമഹംസർ പിടഞ്ഞെഴുന്നേറ്റു എന്നാ പറയുന്നത്. പിന്നീട് അവിടെ എവിടെയെല്ലാം പരതിയപ്പോ ഈ നാണയം കണ്ടെത്തി. ഇങ്ങനെ അനേകം പരീക്ഷണങ്ങൾ. ഇതാണ് ഒരു ഭാരതീയ യുവത്വം എന്ന് പറയുന്നത്. ഇതിനെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, നചികേതസിന്റെ ശക്തിയും ഭയരാഹിത്യവും നിങ്ങൾക്കുണ്ടാവണം. നചികേതസ് ചെന്ന് ചോദ്യം ചോദിച്ചത് സാക്ഷാൽ മരണത്തോടാണ്, അല്ലെങ്കിൽ മരണദേവനോടാണ്, യമധർമ്മരാജാവിനോടാണ്. ആ യമധർമ്മനോട് ചോദ്യം ചോദിക്കാൻ പോകുന്ന മരണവക്ത്രത്തിലേക്ക് ചെന്നും സത്യം തേടാനുള്ള കരുത്തും ധീരതയും നിങ്ങൾ ആർജിക്കൂ എന്ന സ്വാമിജി പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ആ പ്രസിദ്ധമായ കവിതയിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വർഷിപ്പ് ദ ടെറിബിൾ, ഏറ്റവും ഭീകരമായതിനെ ആരാധിക്കൂ. എന്താ പ്രശ്നം? വർഷിപ്പ് ദ ഡെത്ത്, ഡാൻസ് വിത്ത് ദ ഡെത്ത്, ഡാൻസ് വിത്ത് ദ ഡിസ്ട്രക്ഷൻ. ആ പ്രളയത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനോടൊപ്പം ആനന്ദ നൃത്തമാടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരണം. ഇതാണ് നമ്മുടെ ഭാരതീയ വിദ്യാസമ്പ്രദായം, ഭാരതത്തിന്റെ പാരമ്പര്യം അതുതന്നെയാണ്. ഇത് നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം, എല്ലാ ഉപനിഷത്തുകളിലും കാണാം, വിവേകാനന്ദന്റെ ഉപദേശങ്ങളിലും അദ്ദേഹത്തിന്റെ സ്വജീവിതത്തിലും ഈ ഉപാസന നമുക്ക് കാണാം.